ഹലോ വ്യൂവേഴ്സ്, കീസൈക്ലോപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു സംഗതി പറയാൻ വേണ്ടി വന്ന വീഡിയോ ആണ്. അതായത് ഞാൻ ചെറുതായിട്ടൊന്ന് നാട് വിട്ടു, ചെറുതായിട്ട്. അപ്പോൾ നാട് വിട്ട് എങ്ങോട്ടൊന്ന് പറയാം, അത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കാണുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഫാൻ ഇല്ലാത്ത ഒരു നാട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. ഫാൻ ഇല്ലാത്ത നാടെന്ന് പറയുമ്പോൾ തണുപ്പ് രാജ്യത്തോട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഡ്രസ്സും കൂടെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ കാനഡയ്ക്ക് നാടുവിട്ട ഒരു കഥ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടും എന്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നെന്നുള്ളതും ഈ ചാനലിൻ്റെ ഭാവി എന്താവും എന്നുള്ളതൊക്കെയാണ് ഞാനിന്ന് പറയാനായിട്ട് വരുന്നത്. അപ്പോൾ ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എച്ച് ആറിൽ ഞാനിങ്ങനെ പീപ്പിൾ ഡേറ്റയൊക്കെ വെച്ചിട്ട് HR അനലിറ്റിക്സ്, പീപ്പിൾ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പണ്ട് മുതലേ ഉള്ളൊരു വലിയ ആഗ്രഹമാണ് ഒരു കുറച്ചുകൂടി ടെക് റോളിലോട്ട് മാറണം എന്നുള്ളത്. എനിക്ക് HR ജോലി ചെയ്യുമ്പോഴും ഞാൻ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഡേറ്റ അനലിറ്റിക്സിലൊരു ഭയങ്കരമായപ്പോൾ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഡേറ്റ അനലിറ്റിക്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ പീപ്പിൾ ഡേറ്റ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ ഏരിയയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ബേസിക്കലി ഞാൻ ഈ ചെയ്ത ചെറിയ ഏരിയ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് കാനഡയിൽ വന്നിട്ടുണ്ട്. ഇവിടെ സെൻറ്റിനിയൽ എന്ന് പറയുന്ന കോളേജിലാണ് വന്നിട്ടുള്ളത്. ടൊറോണ്ടോയിലാണ് കോളേജ്, സ്കാർബറോ എന്ന് പറയുന്ന സ്ഥലത്താണ് കോളേജ്. ഇപ്പം ഞാനുള്ളത് കാനഡയിലാണ്, പക്ഷേ ടൊറോണ്ടോയിലല്ല. ഞാനിപ്പോൾ മോൺട്രിയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് അഗെയിൻ ക്യൂബക്ക് എന്ന് പറയുന്ന ഒരു പ്രോവിൻസിലാണ് ഇതുള്ളത്. ഇവിടെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രൂപച്ചുരുക്കം. അപ്പം ഇനി പറയാനുള്ളതെന്ന് പറയുന്നത്, കാനഡ വളരെ ദൂരത്തിലാണല്ലോ, മണിക്കൂറുകൾ ട്രാവൽ ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ ബേസിക്കലി എൻ്റെ ഈ ഒരു പ്രായത്തിലൊന്നും അങ്ങനെ അധികം ആരും ചെയ്യാത്ത ഒരു സാഹസമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം എനിക്കിപ്പോൾ ഒരു 35-36 വയസ്സാകുന്നു. സ്വന്തമായിട്ട് വീടുണ്ട്, മോളുണ്ട്, മാരീഡാണ്, അമ്മ, ഇങ്ങനെയുള്ള എല്ലാ സെൻറ്റിമെൻറ്റ്സും ഇമോഷനും ഉള്ളൊരു വ്യക്തിയാണ് ഞാനും. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്ത് ഞാൻ എന്തിനിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് വെച്ചാൽ, അത് ഇങ്ങനെ ഒരു ഡേറ്റ എന്ന് പറയുന്ന ഒരു കരിയർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പല ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ജോലിയോടൊപ്പം തന്നെ ഒരു കോഴ്സ് പഠിച്ചു നോക്കി. പക്ഷേ നമ്മുടെ ജോലി ഇച്ചിരി പണിയുള്ള ടീമാണ്. അപ്പോൾ അവിടെ ജോലിയും ഇതും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മേ ബി അതിൻ്റെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്നു. ജോലിയുടെ കൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു രാജ്യത്ത് വന്ന് പഠിച്ചു നോക്കാം. എനിക്ക് വേറെ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വേറെ ഓഫേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കരിയർ വൈസും പിന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് വൈസൊക്കെ കാനഡ കുറച്ചുകൂടെ നന്നാവും എന്നുള്ള എൻ്റെ ഒരു അസസ്മെൻറ്റിലാണ് ഞാനിപ്പോൾ കാനഡയിലോട്ട് വന്നത്. എൻ്റെ എല്ലാ കംഫർട്ട് സോണും എന്ന് വെച്ചാൽ എൻ്റെ എൻ്റയർ വേൾഡിനെ ഞാൻ ഒരിടത്താക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പറന്ന് ലോകത്തിൻ്റെ ഇപ്പുറത്തെ വശത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കംഫർട്ട് സോണും വിട്ടിട്ടുള്ളൊരു വരവാണ്. ഒരു ചെറിയ തീരുമാനമല്ല. നമ്മുടെ എല്ലാ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ കംഫർട്ട്സ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഇമോഷണൽ കംഫർട്ട്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്നേഹം, ഇതെല്ലാം മോള്, അമ്മ, നമ്മുടെ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഈ പറയുന്ന പോലെ ഫോണിൻ്റെ ഗാലറി തുറക്കുകയാണെങ്കിൽ അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുമെന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഫോണിൻ്റെ ഗാലറി തുറക്കാൻ പറ്റില്ല. വീട്ടുകാരൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കംഫർട്ട്സ് എല്ലാം കളഞ്ഞ് സ്നേഹിക്കുന്ന എല്ലാവരെയും ഒരിടത്താക്കിയിട്ട് കംപ്ലീറ്റ്ലി ഇവിടെ വന്ന് ഇനി പുതിയ ലോകം, പുതിയ കൂട്ടുകാർ, പുതിയ സമൂഹം, അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിൽ ഇട്ട് വന്നതാണ്. ഞാനിപ്പോൾ വന്നിട്ട് 2 ദിവസം ആവുന്നു. ആദ്യ ദിവസമൊക്കെ ഞാൻ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അഗെയിൻ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെയെങ്കിലും ഒരു അവസ്ഥ ഇരിക്കാൻ പറ്റുന്നെങ്കിൽ ഞാനത് ഇവിടെ വന്നുകൊണ്ടാണ്. ഞാൻ നേരെ ടൊറോണ്ടോയ്ക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ആകെ കുടുങ്ങിപ്പോയേനെ. കാരണം ഇവിടെ വന്ന് എൻ്റെ സ്കൂൾമേറ്റാണ്, ബാല്യകാല സുഹൃത്താണ് അർജുൻ്റെ വൈഫും. ഞങ്ങളെല്ലാം പണ്ട് മുതലേ ഞങ്ങളുടെയൊക്കെ കോളേജിൽ കാലം മുതലേ നമുക്കറിയാവുന്ന, സ്കൂൾ കാലം മുതലേ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിവിടെ ഉള്ളത് കൊണ്ട് എൻ്റെ ആ ഒരു ട്രാൻസിഷൻ കുറച്ച് എളുപ്പമായി കിട്ടി. ഞാൻ നേരെ ചെന്ന് ആരും അറിഞ്ഞിടാത്തൊരു സ്ഥലത്ത് വരുന്നെങ്കിൽ എൻ്റെ മൊത്തം പരിപാടി പാളിപ്പോയേനെ. അപ്പോൾ ഇങ്ങനെ വന്ന് ഇവരുടെ ആ ഒരു എന്താ പറയുക, ഒരു സംരക്ഷണത്തിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ലെവലിലാണ് എനിക്കിത് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഇവരിവിടെ ഉള്ളതുകൊണ്ട്. നേരെ ഞാൻ ദുബായ്, US, ദുബായ്, ബോസ്റ്റൺ വഴിയാണ് മോൺട്രിയലിലോട്ട് വന്നത്. അപ്പോൾ ഇച്ചിരി ഇന്നലെ മെനങ്ങാന്നാണ് അതായത് ഇവിടുത്തെ 1-ാം തീയതി രാത്രി 11:30 ആയപ്പോഴാണ് ലാൻഡ് ആവുന്നത്. 12 മണി അടുപ്പിച്ചായപ്പോൾ ഇവിടെ വന്നിറങ്ങി. എന്നിട്ട് അർജുൻ്റെ വീട്ടിൽ വന്നു. ഇന്നലെയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ജെറ്റ് ലാഗ് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇന്നലെ രാത്രി ഒരു 11 മണിയായപ്പോഴാണ് എനിക്ക് ഉറക്കം വന്നത്.
അതർവൈസ് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഉറങ്ങി. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന 5:22 ഇവിടുത്തെ സമയം. ഇതുവരെ വേറെ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ജെറ്റ് ലാഗ് ഇല്ലാതെ ഞാൻ രക്ഷപ്പെട്ടു, വലിയ പ്രശ്നമില്ലാതെ അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഇത് ഭയങ്കര നല്ല ആൾക്കാരുള്ള ഒരു പ്രോവിൻസാണ്. ഇതൊരു ഫ്രഞ്ച് പ്രോവിൻസാണ്. ആൾക്കാർക്ക് അധികം ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങി പോകും, നമ്മൾ അവിടെ നിന്ന് പെട്ടൊക്കെ പോകും. അതർവൈസ് നല്ല നല്ല ആൾക്കാരെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ്. കനേഡിയൻസ് ആണ് ഇവിടെ കൂടുതലുള്ളത്. വളരെ കുറച്ച്. ഞാൻ അർജുൻ്റെ മോനെ സ്കൂളിൽ വിടാൻ പോയപ്പോൾ അവിടെ ഒരേ ഒരു ഇന്ത്യൻ കിഡ് ഇവൻ മാത്രമായിരുന്നു. ബാക്കി ആരും തന്നെ അങ്ങനെ ഇന്ത്യൻ കിഡ്സ് തന്നെ ഇല്ല. ഒരു നല്ലൊരു എൻവയോൺമെൻറ്റാണ്. ആൾക്കാരൊക്കെ വണ്ടി നിർത്തി തരും. നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് തീരെ പരിചയമില്ലാത്ത സംഭവങ്ങളാണല്ലോ. നമ്മൾ വണ്ടി പോകുമ്പോഴും അവർ നിർത്തി നമ്മൾ പോയിട്ട് പോട്ടെ. ഭയങ്കര റെസ്പെക്ട്ഫുള്ളാണ് ആൾക്കാർ. എനിക്ക് ഭയങ്കര ഒരു പുതിയ സംഭവമായിട്ട് തോന്നി. അപ്പം ഇത് അർജുൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റാണ്. അപ്പോൾ ഞാനിവിടെയാണ് 2 ദിവസം താമസിച്ചത്. നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് ട്രെയിൻ കയറും. ഞാൻ നേരെ ഇവിടെ നിന്ന് ടൊറോണ്ടോയ്ക്ക് പോകും. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. അപ്പോൾ ഇന്നലെ വന്ന് ഞങ്ങൾ കുറച്ച് പുറത്തൊക്കെ പോയി. ഇവിടെ മോൺട്രിയൽ സിറ്റി ഡൗൺ ടൗണായി കാണിച്ചിരുന്നു. നല്ല നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ മോൺട്രിയൽ അങ്ങനെ മേ ബി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. മോൺട്രിയൽ ഇത്ര അടിപൊളി സംഭവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇതൊരു നല്ല സിറ്റിയാണ്, നല്ല കൂൾ സിറ്റിയാണ്. നാളെ ഞാൻ ടൊറോണ്ടോയ്ക്ക് പോകും. അവിടെ ചെന്നിട്ട് കോളേജിൽ പോകും. തിങ്കളാഴ്ച മുതൽ ഈ ക്ലാസ് തുടങ്ങും. ഫസ്റ്റ് ദിവസത്തെ ക്ലാസ് ഓൺലൈനാണെന്ന് കണ്ടു. ചൊവ്വയും വ്യാഴവും ആണെന്ന് തോന്നുന്നു. ചൊവ്വയും വ്യാഴവും എനിക്ക് കോളേജിൽ പോകണം. അപ്പോൾ ഇനി ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കുറച്ച് രസകരമായ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വീഡിയോസ് ആയിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഭയങ്കര സൈക്ലിംഗ് ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ഥലമാണ് കാനഡ. അപ്പോൾ ഒരു സൈക്ലിംഗ് ലെയിൻസ് എല്ലായിടത്തും ഉണ്ട്. അത് പറയാനാണ് ഞാൻ ബേസിക്കലി വന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഇത് നമ്മൾ ജോലിയൊക്കെ വിട്ടു വരുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഒരു പാർട്ട് ടൈം പരിപാടിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി സംഭവം എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ മേടിക്കണം. എന്നിട്ട് കുറച്ച് ചെറിയ തോതിൽ, കാരണം എൻ്റെ ഒബ്ജക്റ്റീവ് എപ്പോഴും ഇത് തന്നെയായിരിക്കും, പഠിച്ച് രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ അവിടെ ഒന്നിനും കുറവില്ലാത്ത ഒരാളായിട്ട് ഞാനിത് വന്നെങ്കിൽ വെരി ക്ലിയർ ഇൻറ്റൻറ്റ്. അപ്പോൾ അത് വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കും ഉണ്ടാവില്ല. പക്ഷേ കാനഡയിലെ കുറച്ച് ഏതെങ്കിലും ദിവസങ്ങളിൽ ഇപ്പം പറ്റുന്നതും കോളേജിൽ സൈക്കിളിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഒരു 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു യാത്ര കവർ ചെയ്യാൻ പറ്റും. സൈക്കിളിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരാൻ പറ്റും. എൻ്റെ വിശേഷങ്ങൾ അറിയിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ സ്നേഹിച്ച നമ്മുടെ ഈ ചാനലിൻ്റെ കൂടെ നിന്ന് കുറച്ച് പേർക്കെങ്കിലും അതൊരു എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ അറിയാനൊരു സന്തോഷവും താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ടൊറോണ്ടോയിലുള്ള കുറച്ച് സൈക്ലിംഗ് ലെയിൻസും പരിപാടിയൊക്കെ നീറ്റാണെന്നാണ് കേട്ടത്. അപ്പോൾ അതവിടെ പോയിട്ട് നമുക്ക് നോക്കണം. ഉടനെ ഒരു സൈക്കിൾ മേടിക്കാൻ പറ്റും തോന്നുന്നില്ല. കാരണം സൈക്കിളൊക്കെ ഇച്ചിരി എക്സ്പെൻസീവാണ്. ഞാൻ ഇന്നലെ ഇവിടുത്തെ ഡീക്കാത്ലോണിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈവൻ ബേസിക് സൈക്കിൾസ് തന്നെ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ കുറച്ച് സമയം വേണം. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സംസാരിക്കാം, ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ എടുക്കാം. പക്ഷെ ഞാൻ അധികം സമയം ഇത് സ്പെൻഡ് ചെയ്യില്ല. അധികമൊന്നല്ല. എനിക്കിപ്പോൾ തന്നെ ഒരു വ്യക്തമായ പ്ലാനുണ്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൽ എവിടെയെങ്കിലുമുള്ള സമയങ്ങളിൽ നമുക്ക് സംസാരിക്കാം. നമുക്കും കാണുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാം. വിൽ കീപ്പ് ഇൻ ടച്ച്. അപ്പോൾ ആ ഒരു ടച്ച് കളയാതെ കൊണ്ടുപോകാം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാനിപ്പോൾ അർജുൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ ഈ അർജുൻ്റെ വീടും ഈ പുറത്ത് ഉള്ള ഏരിയാസൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നല്ല രസമാണ് കണ്ടിരിക്കാൻ. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് വൈകുന്നേരം ഒന്ന് പുറത്തോട്ടും പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നാളെ ഞാൻ ട്രെയിൻ പിടിച്ചാണ് പോകുന്നത്. എന്നിട്ട് ട്രെയിനിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. നിങ്ങൾ കണ്ടോളൂ. ചുമ്മാ സമയം കിട്ടുമ്പോൾ ഇത് കാണും. കാനഡ സൈക്ലിംഗ് വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പങ്കുവെക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കൂടെ പിടിച്ചോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. ഇത് ഇവരുടെ വീടിൻ്റെ ബേസ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഫൂട്ബോൾ ടേബിളും ഒരു പൂൾ ടേബിളൊക്കെ ഉണ്ട്. ഇത് താഴത്തെ നിലയാണ്. ഇതാണ് പുറത്തെ കാഴ്ചകൾ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് മുകളിലോട്ട് കയറി കാണിച്ചു തരാം. ഇവിടെ ഇതൊരു നല്ല ഏരിയയാണ്, നല്ല രസകരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതുവഴി നമ്മൾ മുകളിലോട്ട് കയറുന്നു. ഓക്കെ. അർജുൻ ഇപ്പോൾ മോനെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അർജുൻ്റെ വീട്. ഞാൻ ഇവിടെ വെച്ചു. ഇവിടെ ഒന്നും അർജുൻ എത്തിയിട്ടില്ല. അർജുൻ വന്നിട്ട് അർജുനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് അർജുൻ്റെ വീടിൻ്റെ പുറത്തെ കാഴ്ചകൾ. നൈസല്ലേ? അവിടെ നിന്നൊരു അമ്മമ്മ ഇങ്ങോട്ട് നോക്കി ചിരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഇന്നലെ ഉണ്ടോ ഒരു മുയലല്ല, അത് അണ്ണാനാണ് കേട്ടോ. ഇവിടെ ഇന്നലെ നോക്കിയപ്പോൾ ഇവിടെ ഒരു മുയൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ടായിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ.
എന്നെ കണ്ടിട്ട് ഈ വേഷമൊക്കെ കണ്ടിട്ട് ഒരു കനേഡിയൻ ലുക്കൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഇതാണ് അവസ്ഥ. കേട്ടോ, നല്ലൊരു ഒന്നാമതിന് അണ്ണാൻ അവിടെ നിൽക്കുന്നതെങ്കിൽ കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും അർജുൻ വരട്ടെ. ദേ വരുന്നതാണ് അർജുൻ. ഇതാ ആ ഒരു ഫോർഡ് മസ്താങ് വരുന്നില്ലേ, അതാണ് അർജുൻ. അവൻ്റെ മോൻ പാർത്ഥനെ വിളിക്കാൻ, പാർത്ഥ എന്നാണ് മോൻ്റെ പേര്. പാർത്ഥനെ വിളിക്കാൻ പാത്തു എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുക. പാത്തുവിനെ വിളിക്കാനായിട്ട് പോയതാണ്. ഹലോ. അർജുൻ എത്തിയിട്ടുണ്ട്. അർജുനെ കാണിച്ചുതരാം. സാർ ഇറങ്ങൂ, പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുകയാണ്. ഹലോ, ഇതാണ് അർജുൻ. അങ്ങോട്ട് പോയപ്പോൾ കണ്ണാടിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ വീഡിയോ എടുക്കുന്ന അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം വച്ചിരിക്കുന്നതാണ്. ഇതാണ് പാത്തു. ഹലോ പാത്തു. യൂട്യൂബ് ക്യാമറ. യൂട്യൂബർ ആവണമെന്നാണ് ഇഷ്ടം. യൂട്യൂബർ ആവാനാണ് ആഗ്രഹം. സേ ഹൈ ടു ദ ക്യാമറ. ഹായ്. എനിത്തിങ് ടു മൈ വ്യൂവേഴ്സ്? ഒന്നുമില്ല. അപ്പോൾ ഇതാ ദിവനാണ് അർജുൻ. എന്നെ ഇവിടെ വരെ എത്തിച്ച് എന്നെ വലിയ കണ്ണീർ കയത്തിൽ ആഴ്ത്താതെ എന്നെ കാനഡയിൽ രക്ഷപ്പെടുത്തിയ ആളാണ്. അപ്പം ഇതാണ് അർജുൻ്റെ വീട്. അശ്വതി എവിടെ? അശ്വതിയും വർക്കിംഗ് ആണ്. ഇവർ രണ്ടുപേരും IT എംപ്ലോയീസ് ആണ്. അപ്പോൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. അപ്പോൾ അശ്വതി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അശ്വതി പണിയെടുക്കട്ടെ. എന്താ അത് അതാണ് ഞാൻ. അപ്പോൾ ബാക്കി ഇന്നിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോവുക? ഇന്ന് നമ്മൾ ഓൾഡ് പോർട്ടിൽ പോകും. ഇന്നലെ നമ്മൾ പോയത് എവിടെ ആയിരുന്നു? ഡൗൺ ടൗൺ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചെറിയ കറക്കമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അർജുൻ്റെ ഒരേ ഒരു ഭാര്യയായ അശ്വതി. അതെ, മസിലൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അശ്വതിയാണ് എനിക്ക് വളരെ രുചികരമായ, ഞാൻ കാനഡയിലോട്ട് വന്ന അന്ന് തന്നെ പ്രതീക്ഷയാണ് ഇനി പട്ടിണി ആയിരിക്കുമല്ലോ, ഇനിയിപ്പോൾ കാര്യമായിട്ട് വയറിറച്ചൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അശ്വതി എനിക്ക് വളരെ വിഭവ സമൃദ്ധമായതേ കണ്ട. ഇന്ന് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി പത്രമാണ്. ഇന്നലെയും എനിക്ക് വളരെ വിശാലമായ ഭക്ഷണം. അപ്പോൾ എനിക്കിതൊന്നും ഇനി ശീലമില്ലല്ലോ, ഇനി പട്ടിണി കിടക്കാനുള്ളതായതുകൊണ്ട് ഞാനതൊന്നും അങ്ങനെ ശീലിക്കുന്നുമില്ല. അതെ, ഇതാണ് ഇവരുടെ കുടുംബത്തിലെ 4ാമത്തെ അംഗം. 3, 4. ഇവൻ്റെ പേരാണ് സ്നോയി. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പൂച്ചയാണ്, ഇവരുടെ പെറ്റാണ് അല്ലേ? ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി പൂച്ചയാണ്. ഇതിന്റെ പേരെന്താണ്? ഡൊണ്ണു. ഡൊണ്ണു പൂച്ച. ഇത് ഇവിടുത്തെ സ്ട്രേ കാറ്റാണ്. ഇത് ഇവരുടെ പെറ്റ് കാറ്റാണ്. ഇതാണ് സ്ട്രേ കാറ്റിനെ കണ്ടാൽ ഇവിടുത്തെ പെറ്റ് കാറ്റാണെന്ന് തോന്നും. ഇതിനെ കണ്ടാൽ തിരിച്ച്. അപ്പൊ ഇത് ഭയങ്കര ഭീകരനായ ഒരു പൂച്ചയാണ്. ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ വന്ന് ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇവർക്ക് ആഹാരത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു പാവം പൂച്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ട് കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി കാറിൽ കയറിയിട്ടുള്ള വിശേഷം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ യാത്രയാവുകയാണ്. ഫോർഡ് മസ്താങ്, അർജുൻ്റെ ഫോർഡ് മസ്താങ്ങിൽ കയറി. ഇങ്ങനെയാണ് ഇവിടെ തുറക്കുന്നത് കണ്ടോ. പകുതി അവൻ തുറന്നു തരും, ബാക്കി നമ്മൾ തുറക്കുന്നു. ഒരു ലാപ്ടോപ്പിന്റെ സ്ക്രീനിനെ തിരിച്ചു വെച്ചതുപോലെ ഉണ്ടല്ലേ, വലിയ സ്ക്രീനാണ്. ഹലോ. പാത്തുവിന് ഭാവിയിൽ യൂട്യൂബർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ക്യാമറയൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ. ഇതാണ് ഇതിൻ്റെ 299 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. 51% ബാറ്ററി. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. നമ്മുടെ അവിടുത്തെ പ്രീമിയം കാർസിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡിങ് അഡാസ്, മറ്റേ സെൽഫ് ഡ്രൈവ്, വേണ്ട പത്രാധിക പരിപാടികളെല്ലാം ഉള്ള ഒരു നൈസ് കാറാണ്. പാട്ടൊക്കെ നമ്മളപ്പോൾ നേരെ യാത്ര തുടങ്ങാണ്. അപ്പോൾ കുറച്ച് നല്ല രസകരമായ കാഴ്ചകൾ വരുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും കാനഡയിലെ സൈക്കിൾസിനെ കണ്ടോ. എല്ലാം നല്ല ഒന്നാം തരം സൈക്കിൾസ് ആണ്. ഇതേ പോണത് രണ്ടുപേര്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയ സമയം നല്ലതായതുകൊണ്ടും ഇവിടെ സമ്മറാണ്. അല്ലേ, സ്പ്രിംഗ് എന്നാ പറയാ. ഓക്കെ, നമുക്ക് സമ്മർ, നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ സമ്മർ തന്നെ പറയാം. അവിടെ കാണുന്ന ആ മഞ്ഞ ലൈൻ, അത് സൈക്കിൾ ലൈൻ അല്ലേ? സൈക്കിൾ ലൈൻ. അതെ, അതാണ്. അതുവഴി ദൈവം സഹായിച്ച സൈക്കിൾ ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ സൈക്ലിസ്റ്റ് മാത്രമേ പോകുള്ളൂ. നമ്മുടെ നാട് പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതേ ഒരാൾ സൈക്കിളിൽ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലില്ലല്ലോ, ഒറ്റ സൈഡിലേ ഉള്ളൂ. ഒരു സൈഡിൽ ഓക്കെ. ഇതാ ഒരു ലേഡിയാണ് സൈക്കിളിൽ വേണ്ടി പോകുന്നുണ്ട്.
അപ്പോൾ ഇതാണ് കനേഡിയൻ വീഥികൾ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് പോകാം. ഇതാണ് ഹാൻഡ്സ് ഫ്രീ മോഡ്. കണ്ടോ, കൈവിട്ട് എങ്ങനെ ഇരുന്ന് കൊടുത്താൽ വണ്ടി നമ്മളെങ്ങനെ കൊണ്ടുപോകുള്ളൂ. നോക്കട്ടെ, അവിടെ വളയുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഒരു ചെറിയ വളമുണ്ട്, ആള് എങ്ങനെ ബുദ്ധിപരമായി വളയ്ക്കും നോക്കട്ടെ. ഓക്കെ, ലൈൻ ചേഞ്ച് കൊടുത്തപ്പോഴത്തേക്ക് കണ്ടോ സ്വന്തമായി വളഞ്ഞ് ലൈൻ ചേഞ്ച് ചെയ്യുന്ന കാർ. പക്ഷെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ആ പാടാണ്. ഇപ്പൊ പുതിയ ടെക്നോളജി ഒക്കെ. ആ അത് ശരിയാ. ഇപ്പൊ നമ്മള് ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പോർട്ടല്ലേ? ഇനി എത്ര ദൂരം കൂടെ കാണും? ഇനി ഒരു 15 മിനിറ്റ്. 15 അപ്പൊ നമ്മളെ അവിടെ പോർട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഷാംപ്ലെയിൻ ബ്രിഡ്ജ്. ഒന്നാന്തര പാലാണ് കേട്ടോ. ഗോവയിൽ ഇതുപോലെ ഒരു പാലം കണ്ടൊരു ഓർമ്മയുണ്ട്. ഇത് അതിന്റെ ഒരു 2 ഇരട്ടിയും കൂടെ ഉണ്ട്. പക്ഷേ അങ്ങനെ വലിയ പാലാണ്. അവിടെ ഒരു കുഞ്ഞു ബ്രിഡ്ജ് ഉണ്ട്. ഇതാണ് സാധനം. എന്റെ അമ്മേ, ബേഗ്. അവിടെയാണ് ഡൗൺ ടൗൺ അല്ലേ? ഇന്നലെ വന്ന ഒരു ഓർമ്മ എനിക്ക് കാണുന്നുണ്ട്. അപ്പുറത്തൊരു വളരെ ബിൽഡിങ്ങുകളാൽ കൺജസ്റ്റഡ് ആയിട്ടൊരു സ്ഥലം കാണുന്നില്ലേ, ഇവിടുത്തെ ഡൗൺ ടൗൺ. അതെ, ഇതൊന്നും കൺജസ്റ്റഡേ അല്ല ടൊറോണ്ടോ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഡൗൺ ടൗൺ കയറുവാണ്. അടിപൊളിയല്ലേ? ഇവിടെ ഒരു നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രതിമയുണ്ട്, ഒരു സ്റ്റാച്ചു ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇതിലൂടെ അത്ര വ്യക്തമല്ല. വലിയ അർത്ഥമാണ്, നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ലെറ്റേഴ്സൊക്കെ വെച്ച് എന്തോ പരിപാടിയൊക്കെ ചെയ്തേക്കാണ്. നോക്കട്ടെ, അങ്ങോട്ട് പോയി നോക്കാം. ഈ സ്ഥലത്തിന്റെ പേര് ഗ്രിഫിൻ ടൗൺ. ഗ്രിഫിൻ ടൗൺ, അതെ. ഗ്രിഫിൻ ടൗണിലെ ഇന്ത്യ റോസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ട് ഇപ്പോൾ അശ്വതി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കാർ എവിടെയെങ്കിലും നൈസായിട്ടൊന്ന് ഒതുക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കയറണം. വണ്ടി കൊണ്ട് പാർക്ക് ചെയ്താൽ മാത്രം പോരെ, നമ്മൾ ഇവിടെ വന്ന് SW107 പാർക്കിംഗ് നമ്പർ ടൈപ്പ് ചെയ്ത് പേയ്മെന്റ് ചെയ്യണം. 8:45 മണിയിപ്പോൾ എത്ര? 8:45. അപ്പോൾ ഇത് 8:45 അല്ല, 6:45 അല്ലേ? സോറി, 6:45. ഇതിപ്പോൾ എത്ര ഡോളറാടാ? ഇത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? 25 സെന്റ് വെച്ച് കയറുക. 3 മിനിറ്റ് വെച്ച്. ഓക്കെ. അപ്പോൾ 1 മണിക്കൂർ കുറച്ചുകൂടെ കിടക്കട്ടെ. ഒരു 6 കിടക്കട്ടെ. ഓക്കെ. ഇത് അപ്പോൾ ഇൻ കേസ് കുറഞ്ഞോ കൂടിയോ പോയി കഴിഞ്ഞാൽ? കൂടി പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, കുറച്ച് ബഫർ ഉണ്ട്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ല കുറവാണ്. അതായത് നമ്മൾ മറ്റേ ഒരു 1.5 മണിക്കൂർ ഇട്ടിട്ട് ഒരു 3 മണിക്കൂറൊക്കെ ഇട്ടിട്ട് പോവാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് ഉള്ളത്. ഓ, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലേ? വളരെ എൻ്റെ അമ്മേ, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അങ്ങോട്ടല്ലേ നമുക്ക് പോകണ്ടേ? ഇതിനി അവിടെ ഡാഷ്ബോർഡിൽ കൊണ്ടുവരണം. ഓ, ഇത് ഇനി കൊണ്ട് കാറിൽ വെക്കണം. എനിക്ക് വയ്യ. ഒരേ സെറ്റപ്പ് എൻ്റെ പരിപാടി. പാർക്കിംഗ് ടിക്കറ്റ് മേടിച്ച് അതിനെ ഡാഷ്ബോർഡിൽ കൊണ്ടിടണം. നമ്മുടെ അവിടെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ചേച്ചി അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് തരും, ഒരു ബുദ്ധിമുട്ടുമില്ല. പാവം ചേച്ചി കണ്ടോ. ഓ, ഇങ്ങനെ ഇവിടെ കൊണ്ട് ടിക്കറ്റ് വെച്ചിട്ടാണ് നമുക്കൊരു സ്ഥലത്ത് പുറത്തോട്ടിറങ്ങാൻ പറ്റുക. ഇത് നമ്മുടെ സൈക്കിൾ വേ ആയിരുന്നു. ഇത് സൈക്കിൾ ലൈൻ ആണല്ലേ? സൈക്കിൾ ലൈൻ ഒന്നല്ല, ഇത് ഫുട്പാത്താണോ? ഫുട്പാത്താണോ? രണ്ടും ഉണ്ട്. മാർക്കിംഗ് ഉണ്ട്, സൈക്കിൾ മാർക്കിംഗ് ഉണ്ട്. നടന്നു പോവാം. ഓക്കെ. അപ്പൊ നമ്മള് സൈക്കിൾ വേയിലൂടെ നടക്കാതെ നമുക്ക് ഇപ്പുറത്തൂടെ മാറി ഫുട്പാത്തിലൂടെ നടക്കാം. പോവാൻ അങ്ങോട്ടും വരാൻ അങ്ങോട്ടും. ഓക്കെ. അത് അപ്പുറത്തെ സൈക്കിൾ ലൈനാണ് കണ്ടോ. അത് അപ്പുറത്തെ സൈഡിലെ സൈക്കിൾ ലൈൻ. അവിടെ സൈക്കിളൊക്കെ ആൾക്കാർ ചവിട്ടുന്നുണ്ട്. എന്തായാലും എവിടെ കുട്ടി? എവിടെ എൻ്റെ കുട്ടി ഇടയ്ക്ക് വെച്ച് കാണാണ്ടായി. അല്ല, നിന്നെ കാണാണ്ടായെന്ന്. അപ്പോൾ ഇതേ സൈക്കിൾ വരുന്നു, മാറി കൊടുക്കാം. സൈക്കിളിൽ നമുക്ക് ഇച്ചിരി ബഹുമാനം കൊടുക്കാം. അതേണ്ടേ അപ്പുറത്തൂടെയും ഇപ്പുറത്തൂടെയും സൈക്കിൾ. കൊള്ളാം. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യ റോസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ട് കയറാം. പിന്നെ ഇവിടെ സിഗ്നലിൽ ഇത് അവിടെ ഒരു നമ്മുടെ നാട്ടിൽ പച്ച കാണുന്ന പോലെ ഇവിടെ നടക്കുന്ന ഒരാളുടെ പടം ഇങ്ങനെ അതിൽ വരും. അപ്പം മാത്രമേ നടക്കാവൂ. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഒരു ബെൻസ് അല്ലേ ആ പോയത്? ബെൻസ്. ഇന്ത്യ റോസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ട് നോക്കുകയാണ്. ഇവിടെ തകൃതിയായി ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. ഇതൊരു ഒരു നടയ്ക്ക് പോകുന്ന കോളില്ല എന്നുള്ള രീതിയിൽ
ഫുഡ് ഓർഡർ ചെയ്യാണ്. ഇത് വളരെ നല്ല രസമുള്ള റെസ്റ്റോറൻ്റാണ്. ഒരു ചിക്കൻ കറി കൂടെ പറയാം. ഓർഡർ ചെയ്തിട്ട് മതിയാവുന്നില്ല. ഇത് കാണുന്നതല്ല ഒട്ടുമിക്കവാറും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങളാണ്. ചിക്കൻ ടിക്ക മസാല ഉണ്ട്, ചിക്കൻ ടിക്ക മസാല, പിന്നെ ചിക്കൻ മദ്രാസ് ഉണ്ട്. ചിക്കൻ മദ്രാസ്. അധികം ഏതെങ്കിലും ഓർഡർ എനിക്ക് എന്തെങ്കിലും മതിയിടാം. നമുക്ക് എന്താണ് ഈ ചിക്കൻ മദ്രാസ്? മദ്രാസിൽ കിട്ടുന്ന ചിക്കൻ സൗത്ത് ഇന്ത്യൻ സ്പൈസസ് ഒക്കെ ഉണ്ടാവും. ഒക്കെ ഉണ്ടാവും. നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് മദ്രാസ് ചിക്കൻ കഴിക്കേണ്ടി അടുത്ത് അതാണ് വേറെ നോക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് പറയാം. എന്നാൽ ഈ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നൊരു മോക്ടെയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരത്ര ശരിയല്ല, പേര് ഹാപ്പി എൻഡിങ് എന്നാണ്. എന്താണെങ്കിലും നമുക്ക് കുറച്ച് മോക്ടെയിൽ കുടിക്കാം. ഓക്കെ, ബട്ടർ ചിക്കൻ ആക്കണോ? ഞങ്ങളുടെ ഓർഡറുകൾ ചെറുതായി വന്നു തുടങ്ങി. മഷ്റൂമാണ്, ഹരിയാലി ചിക്കൻ. ഇതെന്തായിരുന്നു സാധനം? ഇത് ദഹി ചാട്ട് അല്ലേ? നമ്മുടെ ദഹി ചാട്ട്. ഇങ്ങനെ ഓരോരോ സാധനങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യ അംഗം മനോഹരമായി പൂർത്തിയാക്കി അടുത്ത അംഗത്തിൽ ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ കഴിച്ചത് വെറും സ്റ്റാർട്ടർ ആയിരുന്നു. ഇനി ബിരിയാണി വരുന്നുണ്ട്. ബിരിയാണി, ചിക്കൻ കറി, എന്തൊക്കെ പല ഐറ്റംസൊക്കെ വരാറുണ്ട്. വരട്ടെ എല്ലാം വരട്ടെ. അത്ര പോലെയില്ല. മെയിൻ കോഴ്സ് വന്നു കഴിഞ്ഞു. ചിക്കൻ ബിരിയാണി, ബട്ടർ ചിക്കൻ, റൈത്ത. ഇനി അത് കഴിക്കാം. അങ്ങനെ വലിയ അംഗങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം ഡെസേർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് കൊടുത്ത് തീർക്കാം. ആ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് റിവ്യൂ ചോദിക്കാം. India Rosa. 7 out of 10. Okay. 8.5 out of 10. Oh. So what is your rating? 10 out of 10. Wow. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ക്രംബിളേ. അത്ര നേരം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഡൗൺ ടൗണിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഉലാത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ലംബോർഗിനിയൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോടും. എടാ, ആദ്യം കണ്ടത് ലംബോർഗിനി തന്നെയായിരുന്നു അല്ലേ? ഫെറാറിയുടെ ഒരു ലുക്കൊക്കെ ഉള്ളൊരു ലംബോർഗിനി പോയിട്ടുണ്ടായിരുന്നു. ടെസ്ല, ലംബോർഗിനി, പിന്നെ ഈ ചില ചേട്ടന്മാരിങ്ങനെ അതെന്താണ്? അതേതാ വണ്ടി? ഓ, അതെ, ആ കാണുന്നൊരു ലംബോർഗിനിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. വേറെ ലെവൽ റോഡും വേറെ ലെവൽ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണ്? അടുത്ത നമ്മൾ ഓൾഡ് ഫോർട്ട് അല്ലേ? ഓൾഡ് ഫോർട്ട് അല്ല, ഓൾഡ് പോർട്ടാണ് തുറമുഖം. പഴയ തുറമുഖത്തോട്ട് പോവാണ്. അതെ, തുറമുഖത്ത് പോയിട്ട് ബാക്കി കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ട ആ സ്റ്റാച്യു വളരെ അടുത്ത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. കൊള്ളാം. ഇത് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്ന ആർക്കിടെക്ചർ കംപ്ലീറ്റ്ലി മാറി. ഇത് ഫ്രഞ്ച് ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. കണ്ടില്ലേ, മറ്റേ ബോക്സ് ടൈപ്പ് ബിൽഡിങ്സ് ഒക്കെ മാറി കുറച്ചുകൂടെ വേറൊരു വൈബായി ഇവിടെ. ഇത് പോർട്ടാണല്ലേ? ഇതാണ് പോർട്ട് അല്ലടാ? പോർട്ട്. ഇതൊക്കെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആർക്കിടെക്ചറായി. മൊത്തം വൈബ് മാറി. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ നടക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. ഇത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ലൈറ്റ് ഒക്കെ ഇട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതൊക്കെ സമ്മർ കാഴ്ചകളാണ്. നല്ല രസല്ലേ? ഈ കാണുന്ന ഇവിടുത്തെ ഒരു ജയന്റ് വീലാണ്. ഇതിൽ കയറി ഇരുന്നാൽ എന്താണ്? ഫെറസ് വീൽ എന്നാണ് അതിന് പറയുന്നത്. ഇതാണ് കാനഡയിലെ ബിഗ്ഗസ്റ്റ് ഫെറസ് വീൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ മുകളിൽ ഇരുന്ന സിറ്റി മുഴുവൻ കാണാന്നാണ് പറയുന്നത് അല്ലേ? നീ കയറിയിട്ടുണ്ടോ? കേറിട്ടുണ്ട്. അപ്പൊ പറയുന്നത് സത്യമായിരിക്കട്ടെ. അപ്പൊ സത്യമായിരിക്കും, അപ്പൊ തള്ളിയല്ല. ശരി, എന്തായാലും കയറാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഈ സ്ട്രീറ്റിലൂടെ നടക്കാന്നുള്ളതാണ് പ്ലാൻ. നോക്കാം. ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഇവിടെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് ഉണ്ട്. I love your open mind. Thank you. You know that you have a look on the world. Hey. Much more than what the world wants to put upon Yeah, I'm gonna see. our ancestors.
നല്ല വൻ വൈബാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ. പാത്തു ഒരേ ഓട്ടം. പാത്തു എവിടെ? പാത്തു ഇതുവഴി ഓടി അതുവഴി കറങ്ങി. പാത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ്. ഇതേ ഓടുന്നു. നല്ല രസമുണ്ട്. ഇന്ന് വലിയ തണുപ്പില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ ഗ്ലൗ ഒന്നും ഇടാതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ പെറ്റ്സിനെ കൊണ്ടുവരുന്നു കുറേ പേര്. മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ. എന്തായാലും കൊള്ളും. അങ്ങനെ നമ്മളൊരു ഈ നടന്ന് വന്ന് ഒരു ഡെസേർട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ബീവർ ടെയിൽ എന്നാണ്, ബീവർ ടെയിൽസ് എന്നാണ് പറയുക. ഇത് ഇങ്ങനെയാണ് പറയണത്. അതിനെ അങ്ങനെ വായിക്കാൻ എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. എന്നോട് ഞാൻ അറിയില്ല. അപ്പൊ ഇതാണ് ബീവർ ടെയിൽ എന്ന് പറയുന്നത്. ഇതൊരു ബീവർ നമ്മുടെ ആ ജീവിയുടെ ഒരു ടെയിലിന്റെ എവിടെയൊക്കെ ഒരു രൂപസാദൃശ്യം ഉണ്ടെന്നാണ് ഇവർ അവകാശവാദപ്പെടുന്നത്. അപ്പൊ ഒന്ന് ഒരു കടി കഴിച്ച് നോക്കാം. ഇത് അത് കൊള്ളാം. ഇതെന്തുപോലെ ഇരിക്കുന്നൊന്നും പറയാറില്ല. ഇത് ന്യൂട്രൽ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടെന്നാണ്. ഹേസൽനട്ട് ക്രീമാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ രണ്ടുപേര് ഫുട്ബോളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരിങ്ങനെ നാട്ടുകാരെ എല്ലാം കൊണ്ട് ഫുട്ബോൾ കളിപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ കാണുമ്പോഴത്തേക്ക് കേട്ടോ അവരിങ്ങനെ നാട്ടുകാരെ കൊണ്ട് ഫുട്ബോൾ കളിപ്പിച്ച് എല്ലാവരെയും കളി പഠിപ്പിച്ചിട്ട് പോകാനുള്ള സെറ്റപ്പാണ്. കുഞ്ഞിനെ ഓടുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വരുന്നുണ്ട്. എന്തിനാണ് ഈ വെള്ളം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. മൃഗങ്ങൾക്കും ചെടികൾക്കും കിളികൾക്കും ഉള്ള വെള്ളമാണ്. ഓക്കെ. ഇതൊരു ഭയങ്കര രസകരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മേ, എടാ അതാണോ ആ പറഞ്ഞ പള്ളി? അർജുൻ, ആ പള്ളി അതാണോ ആ പറഞ്ഞ പള്ളി എന്ന് പറഞ്ഞതാണ്? ഇതെന്താ സംഭവം? ഗവൺമെന്റ് ബിൽഡിംഗ് ആണോ? ഓക്കെ. മറ്റൊരു ഗവൺമെന്റ് ബിൽഡിംഗ്. നല്ല രസമുണ്ട് ഇതെല്ലാം കാണാൻ. വൈബാ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ അംഗം കഴിഞ്ഞ് ഇനി 2 അംഗവും കൂടി ഇത് ബാക്കിയുണ്ട്. വീട്ടിൽ വന്ന് ഒരു റൗണ്ട് ഫുട്ബോളും ഒരു റൗണ്ട് പൂളും കഴിച്ചിട്ട് ഇന്ന് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തോടു കൂടി എൻ്റെ കാനഡയിലെ ലക്ഷറിയസ് ജീവിതം അവസാനിക്കുകയാണ്. നാളെ മുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് പട്ടിണിയും പരിവട്ടം ആയിരിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക. എന്തായാലും പുതിയ വീഡിയോയുമായി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ബാക്കിയുള്ളത് വഴിയേ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.